CISF കസ്റ്റഡിയിലെടുത്ത മാധ്യമപ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു. റിപ്പബ്ലിക് ടിവിയുടെ പ്രതിനിധികൾക്കാണ് എറണാകുളം മുനിസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നൽകിയത്. കൊച്ചി തീരത്ത് നങ്കൂരമിട്ട ഇറാനിയൻ യുദ്ധക്കപ്പലിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ സി വിജയൻ, മാധ്യമപ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. റിപ്പബ്ലിക് ടിവിയുടെ മാധ്യമ സംഘത്തിനാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസമാണ് ഇറാനിയൻ യുദ്ധക്കപ്പലിനെ കൊച്ചി തീരത്ത് നങ്കൂരമിടാൻ അനുമതി നൽകിയിരുന്നത്. ഇങ്ങനെ നങ്കൂരമിട്ട യുദ്ധക്കപ്പലിന്റെ ദൃശ്യങ്ങൾ റിപ്പബ്ലിക് ടിവി എടുത്തിരുന്നു. ഇതിന്റെ പ്രതിനിധികൾ എത്തി ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഇങ്ങനെ തുറമുഖത്തിന്റെ ചാർജുള്ള CISF ഇവർ 3 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റിപ്പോർട്ടർ ശങ്കർ ഉൾപ്പെടെയുള്ളവരെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഹാർബർ പോലീസിന് കൈമാറി. ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത്. ഇങ്ങനെ കേസെടുക്കുകയും ഇവർ റിമാൻഡിൽ കഴിയുകയുമായിരുന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയാണ് 3 മാധ്യമ പ്രവർത്തകർക്കും ജാമ്യം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കപ്പലിന്റെ ദൃശ്യങ്ങൾ പകർത്തരുത് എന്നുള്ളത് കർശന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നും CISFന്റെ ഭാഗത്തുനിന്നും പിന്നീട് മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.